ഇത് ഞങ്ങൾ മാത്രമല്ല, മഹാനായ ജിഫിരി മുത്തുക്കോയ തങ്ങളും പറയുന്നുണ്ട്. എന്താ പോലെ യാത്രന്റെ കഥ മുത്തുക്കോയ തങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞു കൊടുത്താന്ന് അറിയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും കാണുന്ന സംഭവമാണ്. പറയുന്നുണ്ട് ഞങ്ങൾ യാത്ര നടത്തി, അവിടെ രാഷ്ട്രീയക്കാർ വന്നു. പക്ഷേ രാഷ്ട്രീയക്കാർ സമസ്തനെ കുറിച്ച് പറഞ്ഞു കൊള്ളണം. രാഷ്ട്രീയക്കാർ ഇതിന്റെ പ്രാധാന്യം പറയാന്നല്ലാതെ രാഷ്ട്രീയം പറയാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. ആരെങ്കിലും അങ്ങനെ രാഷ്ട്രീയം പറയാൻ വിചാരിച്ചാൽ നടക്കൂല. കാരണം ഒരു അദൃശ്യമായ ഒരു പ്രത്യേക സഹായം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതാണ് എന്നിട്ട് പറയുന്ന വേറെ ചിലവർ യാത്ര നടത്തി ഒക്കെ രാഷ്ട്രീയം കൊണ്ട് കുടുങ്ങി. ഇത് ഇപ്പൊ മുത്തഫഖുന്നഹിയായ ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. എല്ലാരും അങ്ങനെ തന്നെ. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമന്റെ ഒരു ഉസ്താദ് ഉണ്ടല്ലോ, തൊടിയൂർ കുഞ്ഞുമോന്ന് പോലെ, മൂപ്പര് പറയുന്നുണ്ട് നമ്മളെ റാലിക്കത്ര ഉഷാർ മൂപ്പറും റാലി നടത്തിയത്. വേറൊരു ടീമിന് റെഡിമെയ്ഡ് ടീമിൽ ഇറക്കിയ ടീമുകൾ. അപ്പൊ ഇതെല്ലാവർക്കും തിരിയുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം സുഹൃത്തുക്കളെ. ഇവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വോയിസ് കൂടി കേൾപ്പിക്കുന്നുണ്ട്, അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളെ സമാപനത്തെ കുറിച്ച് പറയാൻ സുന്നി ഐക്യം നടക്കുന്ന കാലമാണല്ലോ. അതിന് ജിഫിരി മുത്തുക്കോയ തങ്ങൾ തന്നെ നല്ലേ, മൂപ്പരെന്ന് വന്ന് പറഞ്ഞോട്ടെ നിങ്ങളെ അവസ്ഥ പറഞ്ഞു കൊടുക്കാം. നമ്മളെ ഈ സദസ്സുകൾ എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ സമ്മേളനങ്ങളോ അതൊന്നും ആർക്കും എന്തും രാഷ്ട്രീയം പറയാനുള്ളതല്ല. ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചു, നമ്മളെ യാത്രയിൽ ആരോ ചില രാഷ്ട്രീയ സ്വഭാവത്തിൽ ചില സ്ഥലത്തൊക്കെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിനുള്ള വേദിയല്ല. ഇവിടെ വന്ന് സമസ്തനെ പറ്റി പറയാം, സമസ്തന്റെ ഗുണങ്ങളുണ്ടെങ്കിൽ പറയാം. രാഷ്ട്രീയം പറയാൻ നമ്മുടെ വേദി പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ വേദിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. വേറെ എവിടെയൊക്കെ ഉണ്ടായത് കേൾക്കേണ്ടത് എന്താവട്ടെ. അപ്പൊ ഏതായാലും നമ്മളെ ഇത് വളരെ ദീനിയാവുന്നതായ ഒരു സ്വഭാവമാണ് നമ്മളെ യാത്രക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ സുന്നത്ത് ജമാഅത്തിനെ പറ്റിയും അതുപോലെ ദീനിയായ കാര്യങ്ങളാണ് നമ്മൾ പ്രസംഗിച്ചത്. അവിടെ വന്ന രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിച്ചത് സമസ്തനെ സംബന്ധിച്ചാണ്. സമസ്തന്റെ വലിപ്പം വണ്ണമൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മുടെ വിജയം എന്നുള്ളത്. വന്നവരൊക്കെ സമസ്തനെ പറ്റി പറയാം. അവരുടെ ആശയങ്ങളോ അല്ലെങ്കിൽ അവർക്കുള്ള രാഷ്ട്രീയ സ്വഭാവങ്ങളൊന്നും പറയാനല്ല നമ്മൾ വേദി ഉപയോഗപ്പെടുത്തിയത്. അതിന് ആർക്കോട്ട് സാധിക്കില്ല. ആ സദസ്സിക്ക് അങ്ങനത്തതായ ഒരു പ്രൗഢി, ഒരു പുണ്യമൊക്കെ ഉണ്ട്. നമ്മൾ അറിയാത്ത ആളുകൾ അതിനെന്താവും തടുത്തുകൊണ്ടേ നിൽക്കും, മഹാന്മാരാവുന്ന മശായഖന്മാർ. അതുകൊണ്ട് നമ്മൾ ഇതിൽ അങ്ങനത്തെ ഒന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ വേറെ എവിടെ അനുഭവപ്പെട്ടില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തോ ആവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്. അപ്പൊ നൗഷാദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതോടെ കേൾപ്പിച്ചു. അപ്പൊ തങ്ങൾ ഓൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്, നമുക്ക് കേട്ടല്ലോ. അപ്പോ ഇതിങ്ങനെ കേട്ടപ്പോ എനിക്കൊരു തോന്നല്, കാരണം കേരള യാത്രയുടെ സമാപന പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് ഫുള്ളായിട്ട് ലൈവായിട്ട് അപ്പൊ കേട്ട വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതിൽ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ സന്ദേശ യാത്രയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തത് തിരുവനന്തപുരത്ത് പുത്തിരിക്കണ്ടം മൈതാനിയിൽ നടന്ന അതിന്റെ ആദ്യ പരിപാടിയിലാണ്. അപ്പോൾ എന്താണ് അവിടെ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടു. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ സമസ്തയെക്കുറിച്ചും അതിന്റെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ നിങ്ങളെ കേൾപ്പിക്കാം. ഒരു 3-4 ഭാഗങ്ങളായിട്ട് നിങ്ങൾ അതിൽ കേൾപ്പിക്കും. ഞാൻ വിവനായിട്ട് നിങ്ങൾ കേൾക്കണം. നമ്മുടെ നാടിന്റെ ഈ മതനിരപേക്ഷ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ഇടതുപക്ഷം എക്കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. വർഗീയ ശക്തികൾ തലപൊക്കുമ്പോഴെല്ലാം അതിനെതിരെ നെഞ്ചുവിരിച്ചു നിന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. നമ്മുടെ കേരളത്തിൽ കലാമുണ്ടായ ഘട്ടങ്ങളിലെല്ലാം ആ കാര്യം വ്യക്തമായതാണ്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് തലയുയർത്തി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനും ഇടതുപക്ഷം എന്നും പ്രതിജ്ഞാബദ്ധമാണ്. കേരളം രൂപം കൊണ്ടതിനു ശേഷമുള്ള ആദ്യം രൂപീകൃതമായ EMS ഗവൺമെന്റ് മുതൽ ഇതേവരെയുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളെല്ലാം അത്തരമൊരു സമീപനമാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. മലബാർ കലാപത്തെ തുടർന്ന് മലബാർ മേഖലയിൽ പള്ളികളുടെ നിർമ്മാണം ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നു. ഇന്ത്യ സ്വതന്ത്രയായ ഘട്ടത്തിൽ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു മലബാർ. സ്വതന്ത്ര ഇന്ത്യയിലും ആ നിരോധനത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. പിന്നീട് മലബാർ ഐക്യ കേരളത്തിന്റെ ഭാഗമായി. 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന EMS സർക്കാരാണ് മലബാറിൽ മുസ്ലിം പള്ളികൾ നിർമ്മിക്കുന്നുണ്ടായിരുന്ന നിരോധനം നീക്കിയത്. ഇടതുപക്ഷം നടത്തിയ പോരാട്ടത്തെ കുറിച്ചാണ് മുമ്പിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇനി അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ മലബാർ സ്പെഷ്യൽ പോലീസിൽ MSP മുസ്ലിങ്ങളെ നിയമിക്കുന്നുണ്ടായിരുന്ന നിരോധനം നീക്കിയതും ആ സർക്കാരായിരുന്നു. 1957 സർക്കാരാണ് മലബാർ മേഖലയിൽ കൂടുതൽ സ്കൂളുകൾ സ്ഥാപിക്കാൻ തയ്യാറായത്. അതിലൂടെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ വിദ്യാഭ്യാസ സൗകര്യം ലഭിക്കുന്ന അവസ്ഥയുണ്ടായി. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതും ആ ഘട്ടത്തിലാണ്. 1967 സർക്കാർ ഊന്നൽ നൽകിയത് ഹൈസ്കൂളുകൾ സ്ഥാപിക്കുന്നതിനായിരുന്നു. ആ സർക്കാരാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് രൂപം നൽകിയത്. ആ സർക്കാരായിരുന്നു മലപ്പുറം ജില്ലക്ക് രൂപം നൽകിയത്. ആ ജില്ല രൂപീകരിക്കുമ്പോൾ ഇടതുപക്ഷം നേരിടേണ്ടി വന്ന വിമർശനങ്ങൾ നിങ്ങളിൽ ചിലർക്കെല്ലാം അറിവുള്ളതായിരിക്കും. അത്തരത്തിൽ ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന സർക്കാരുകൾ പൊതുസമൂഹത്തിന്റെ ഉത്കർഷം ലക്ഷ്യം വെച്ച് നടപ്പാക്കിയ നിരവധി പദ്ധതികൾ ന്യൂനപക്ഷങ്ങൾക്ക് ഗുണപരമായി ഭവിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്ന ഒരു കാര്യം, ന്യൂനപക്ഷങ്ങളെ സവിശേഷതയോടെ എല്ലാ കാലത്തും ഇവിടെ ഇടതുപക്ഷം കണ്ടിട്ടുണ്ട് എന്നതാണ്. അത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ വെച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി LDF സർക്കാർ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ. 2006
LDF സർക്കാരാണ് ന്യൂനപക്ഷ ക്ഷേമത്തിനായി വകുപ്പ് രൂപീകരിച്ചത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനുള്ള വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾ, ഭവന പുനരുദ്ധാരണ പദ്ധതി വരുന്നുണ്ട്. പോളിടെക്നിക്കുകളിൽ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് ലഭ്യമാക്കി വരികയാണ്. നഴ്സിംഗ്, ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി മദർ തെരേസ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബിരുദം, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ കോഴ്സുകൾ ഇവയെല്ലാം പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് നൽകി വരുന്നു. UGC, CSIR, JRF പരീക്ഷയ്ക്ക് ആവശ്യമായ കോച്ചിങ് നൽകുന്നതിന് പ്രത്യേക സ്കീം രൂപീകരിച്ചിട്ടുണ്ട്. CA, CMA, CS കോഴ്സുകൾക്ക് പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 331 വിദ്യാർത്ഥികൾക്കായി 1/2 കോടി രൂപയാണ് ലഭ്യമാക്കിയത്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദാനന്തര ബിരുദം, PhD എന്നിവയ്ക്ക് വിദ്യാർത്ഥികൾക്ക് 50,000 രൂപ സ്കോളർഷിപ്പ് അനുവദിക്കുന്നു. പിന്നീട് മുഖ്യമന്ത്രി പറയുന്നത് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് നിർബന്ധമായിട്ട് നമ്മൾ കേട്ടിരിക്കണം. ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ആരാധനാ സ്വാതന്ത്ര്യം എന്നത് പോകട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും, എന്തിനേറെ പറയുന്നു മാതൃഭാഷ സംസാരിക്കാനുമുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ്. ഇവയ്ക്ക് നേരെ കണ്ണടക്കുന്ന കൂട്ടരുണ്ട്. ഇവയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന കൂട്ടരുമുണ്ട്. അവ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ സമസ്തയെപ്പോലുള്ള സംഘടനകൾക്ക് കഴിയണം. മതനിരപേക്ഷ വേഷം ധരിച്ച് മതേതര വിരുദ്ധർ പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട്. അവരെ തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയത ഉയർന്നു വരുമ്പോൾ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് അതിനെ ചെറുക്കാം എന്ന് കരുതുന്നവരോടും വിട്ടുവീഴ്ച ചെയ്യരുത്. ഏത് വർഗീയതയും നാടിന് ആപത്ത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അത്തരത്തിലുള്ള വർഗീയതകളോടുള്ള വിമർശനം ഏതെങ്കിലും മതവിഭാഗത്തിനോടുള്ള വിമർശനമല്ല. ഭൂരിപക്ഷ വർഗീയതയെ വിമർശിക്കുന്നത് ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതസ്ഥരെയോ മതത്തെയോ എതിർപക്ഷം നിർത്തിക്കൊണ്ട വിമർശനമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി കേരള യാത്ര സമാപനത്തിൽ പ്രസംഗിച്ചത് ഏതാണ്ട് 1 മണിക്കൂറിന്റെ അടുത്താണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സംസ്ഥയുടെ ഈ ശതാബ്ദി സന്ദേശയാത്രയുടെ ഉദ്ഘാടന സമയത്ത് മുഖ്യമന്ത്രി അതേ പുത്തിരിക്കണ്ടം മൈതാനിയിൽ പ്രസംഗിച്ചത് ഏതാണ്ട് 1/2 മണിക്കൂറിന്റെ അടുത്താണ്. അപ്പോൾ ഒരു വേദിയിൽ ഒരുപാട് തിങ്ങി നിറഞ്ഞ ജനങ്ങളാണ്. അപ്പോൾ പരമാവധി മുപ്ര അവസരം വിനിയോഗിച്ചു. അതിലും പറഞ്ഞത് ഈ വിഷയങ്ങൾ തന്നെയാണ്. രണ്ടിലും സമാനമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇതിൽ കലാപം എന്ന് പറഞ്ഞു പോവുകയാണ്. അതിൽ ആ കലാപങ്ങൾ ഏതൊക്കെ എന്ന് പോലും വിവരിക്കുന്നുണ്ട്. സെയിമാണ് രണ്ടിടത്തും പറഞ്ഞത്. ഈ രണ്ടിടത്തും മാത്രമല്ല, ഈ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി സമാനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് LDF സർക്കാർ ചെയ്തതും അതുപോലെ തന്നെ ഇടതുപക്ഷം ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ അതാണ് പറയുന്നത്. വർഗീയതയോടുള്ള വിമർശനം ഏതെങ്കിലും മതവിഭാഗത്തിനോടുള്ള വിമർശനമല്ല. അത് ഏവരും മനസ്സിലാക്കേണ്ടതാണ്. മതവിശ്വാസവും വർഗീയതയും 2 വിരുദ്ധ ധ്രുവങ്ങളാണ്. വർഗീയവാദികളുള്ള വിമർശനം മതവിശ്വാസത്തോടുള്ള വിമർശനമായി ഉയർത്തിക്കാട്ടുക എന്നത് വർഗീയവാദികളുടെ ആവശ്യമാണ്. അത് അംഗീകരിച്ചു കൊടുക്കരുത്. അക്കാര്യത്തിൽ നമുക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരായ അതിക്രമം മാത്രമല്ല. അത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക്, ജനാധിപത്യ ചിന്തയ്ക്ക്, വൈവിധ്യങ്ങൾക്ക് എതിരായ ആക്രമണം കൂടിയാണ്. അതുകൊണ്ട് അവയ്ക്കെല്ലാം എതിരെ നീങ്ങുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കൂട്ടായ ഉത്തരവാദിത്വമാണ്. അത്തരം പ്രതിഷേധങ്ങൾ ഏതെങ്കിലും മതത്തിൻ്റെയോ വർഗീയതയുടെയോ ചട്ടക്കൂട്ടിലേക്ക് ചുരുക്കിയെടുക്കാൻ ചിലർ ശ്രമിക്കും. അതുണ്ടാവാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തണം. നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഇടതുപക്ഷം എക്കാലത്തും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് എടുത്തിട്ടുള്ളത്. വർഗീയ ശക്തികൾ തലപൊക്കുമ്പോഴെല്ലാം അതിനെതിരെ നെഞ്ചുവിരിച്ചു നിന്ന ചരിത്രമാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് തലയുയർത്തി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനും ഇടതുപക്ഷം എന്നും പ്രതിജ്ഞാബദ്ധമാണ്. അപ്പോൾ ഈ 3 പരിപാടിയിലും മുഖ്യമന്ത്രി ഏതാണ്ട് പ്രസംഗിച്ച ഒരേ ലെവലാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗ സമയത്തായപ്പോൾ അദ്ദേഹം ഈ ന്യൂനപക്ഷങ്ങളോടുള്ള ഇത്ര അടുപ്പം പറഞ്ഞപ്പോൾ, അത്തരം ന്യൂനപക്ഷങ്ങളെ പിന്തുണക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം ഒരു കാലുകീറിയ സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ചില പ്രവർത്തനങ്ങൾ ഇപ്പോൾ വളരെയധികം ആളുകളുടെ ഇടയിൽ ചർച്ചയായി വരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട വിഷയം തന്നെ അതായിരുന്നു അല്ലെ, ആ കാലിൽ കയറ്റിയ സംഭവം. അവസാനം നായകനായ APJ അബൂബക്കർ മുസ്ലിയാർക്ക് പറയേണ്ടി വന്നു, ഈ സദസ്സിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയത് ശരിയല്ല. അതങ്ങനെ തന്നെ. അത് ഏതാ രാവ് എന്നുള്ള ഞാൻ പറയുന്നുണ്ട്. എവിടേക്കാണ് ഈ പോക്ക് ഒന്ന് കേട്ടോളൂ. അന്ന് ആ സദസ്സിൽ വെച്ച് അതിന്റെ ക്യാപ്റ്റന് പറയേണ്ടി വന്ന ഒരു ദുർഗതി വെച്ചോടുക്കും. ഈ സാഹോദര്യവും മതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത്. ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു സമ്മേളനം അല്ല. ഞങ്ങൾക്ക് പ്രത്യേകമായ തെക്കുബീറിന് പിന്നെ കുറവില്ല.
ആ വി ഡി സതീശൻ പ്രസംഗിച്ചപ്പോഴാണ് അത്ര കൂടുതൽ തക്ബീർ കിട്ടിയത്. അതനി പിണറായി സാർ പ്രസംഗിച്ചപ്പോൾ അതിൽ തർക്കമുണ്ട്. വഫീഹി കൗലാനി, അതിന് എണ്ണി നോക്കിയിട്ട് വേണം സ്ഥിരപ്പെടുത്താൻ. എന്തായാലും അനക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ജിരുന്ന് എണ്ണിക്കോ, അതല്ലേ ഇതിന്റെ കുറ്റം കുറവ് നോക്കിയിരുന്നോ. അപ്പോ ഇവിടെ ഉസ്താദ് ഇപ്പൊ എന്താ പറഞ്ഞത്? ഉസ്താദിന്റെ നയങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തു അല്ലെ എല്ലാവരോടും. അപ്പൊ രണ്ടു കൂട്ടരും അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു. മുഖ്യമന്ത്രി അവരുടെ പാർട്ടി ചെയ്തതും അവരുടെ അവരുടെ സർക്കാർ ചെയ്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ന്യൂനപക്ഷത്തോടൊപ്പം നിന്നതും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളാണ് കേരള യാത്രയിൽ പറഞ്ഞത്. സമാനമായിട്ടുള്ള കാര്യങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പരിപാടിയിലും അതുപോലെ തന്നെ ദക്ഷിണ പരിപാടിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേരള യാത്ര ചർച്ച ചെയ്യപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതാണ് കേരള യാത്ര എ പി ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കി. അപ്പൊ അവിടെ പ്രതിപക്ഷ നേതാവിന്റെ അത്തരത്തിലൊരു സംസാരം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതല്ല അവിടെ ഉണ്ടായിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. സമാനമായ കാര്യമാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. പിന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്താണ് ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇരിക്കുന്ന വേദിയിൽ തന്നെയാണ് ഈ അടുത്ത വർഷത്തെ കുറിച്ചും അതുപോലെ തന്നെ ഈ LDF സർക്കാരിനെ കുറിച്ചൊക്കെ മുഖ്യമന്ത്രി വായ തോരാതെ സംസാരിച്ചത്. ഞാൻ ഇത്രയും നിങ്ങളവിടെ കേൾപ്പിച്ചു. ഇതല്ല, ഇനിയും ഒരുപാടുണ്ട്. നിങ്ങൾക്ക് തന്നെ അവരുടെ ലൈവിൽ പോയാൽ അത് കേൾക്കാൻ പറ്റും. പിന്നീട് ഇപ്പം പറയുന്ന നോക്കാം നിങ്ങൾ, അതാണ് ഏറ്റവും വലിയ രസം. ഈ ജിഫിരി മുത്തുക്കോയ തങ്ങളോ ഞങ്ങളോ ദക്ഷിണ ആരും പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞു. ഏത് ഇവർ തന്നെ SYSന്റെ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കൂടിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. വല്ല മീറ്റിംഗ് തന്നെ എവിടെ കാണണോ നിങ്ങൾ അവസ്ഥ? ആ വാർത്തയും കൂടി കേട്ടോ നിങ്ങൾ. മിന്ന ഹലക്കനാക്കും ഒഫിഹാൻ ഒഴിതുക്കും ഒമിനാനും കുറിച്ചുക്കും താറത്തനും ഖുറാനായി കേരള യാത്ര മൊത്തം കുഴിച്ചു മൂടാൻ ആ വാർത്ത പോലെ വെച്ചുകൊടുക്കും. ശ്രുതി, സമസ്തയുടെ സമ്മേളന വേദിയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗം പിന്നീട് വലിയ പ്രതികരണങ്ങൾക്കൊക്കെ കാരണമായി. വെള്ളാപ്പള്ളി നടേശനെയൊക്കെ തൊടിപ്പിച്ചതും അത് തന്നെയായിരുന്നു. അപ്പോൾ ഒരു സമുദായ സംഘടനയുടെ പരിപാടിയിൽ വെച്ച് മറ്റൊരു സമുദായ സംഘടനയുടെ നേതാവിനെ, അതും വളരെ പ്രബലനായിട്ടുള്ള ഒരു മുതിർന്ന നേതാവിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുള്ളത് അനുചിതമായി പോയി. കുറച്ചുകൂടി പക്വമായ രീതിയിൽ ആ വേദിയിൽ സംസാരിക്കാമായിരുന്നു എന്നുള്ളതാണ് AP വിഭാഗത്തിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് മുഖ്യമന്ത്രിക്കുള്ള മറുപടിയായിട്ടാണെങ്കിൽ കൂടി അതൊരു സമുദായത്തിനെതിരായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളതിൽ AP വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ആ വിഷയത്തിൽ അത്തരത്തിലുള്ള പ്രതികരണത്തിന് അവർ മുതിർന്നില്ലെങ്കിൽ കൂടി ഇന്ന് SYSന്റെ സംസ്ഥാന ക്യാബിനറ്റ് ചേരുന്നുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അപ്പൊ ഓലെന്നെ ക്യാബിനറ്റ് കൂടി ചർച്ച ചെയ്ത് വിലയിരുത്തിയതാ നമ്മൾ വെച്ച പൈസ വെറുതായി പോയി. ഇങ്ങനെ ഒരു യോഗം കൂടി തീരുമാനിച്ചതൊന്നും പറഞ്ഞില്ല, അവൻ പച്ചെന്നാണ് പറഞ്ഞതാ. അങ്ങനെ ഒരു കാര്യം അവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ സംഘടനക്ക് അതൊരു ഉചിതമായിട്ട് തോന്നിയിട്ടില്ല. സംഘടന ഒരു പ്ലസ് പോയിന്റ് അല്ലടോ. നോക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണതൊക്കെ സംഘടനയുടെ ഒരു പ്ലസ് പോയിന്റാണ്. സംഘടന അങ്ങനെ യോഗം വിളിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെന്താണ് പറയേണ്ടത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ ശരിയാണ്, അയാള് അങ്ങനത്തെ ആളാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കായിരുന്നു വേണ്ടത്. ഈ വൃത്തിയാരണല്ലേ നോക്കണങ്ങള്. എന്നിട്ട് ഇവൻ അതിലൊരു കള്ളം പറയുന്നുണ്ട്. നമുക്കൊന്നുകൂടി കേട്ടോക്കാം. SYSന്റെ സംസ്ഥാന ക്യാബിനറ്റ് ചേരുന്നുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അപ്പൊ ഓലെന്നെ ക്യാബിനറ്റ് കൂടി ചർച്ച ചെയ്ത് വിലയിരുത്തിയതാ നമ്മൾ വെച്ച പൈസ വെറുതായി പോയി. അപ്പോ SYSന്റെ ക്യാബിനറ്റ് കൂടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടർ പറയുന്നത്. ഇവെന്താ പറയുന്നത്? അവർ കൂടി തീരുമാനിച്ചതാണ്. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. ഈ വീഡിയോ തന്നെ കുറെ അധികമായി പോയി. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.